ഹായ് എവ്രി വൺ. MySQL എങ്ങനെ നമ്മൾക്ക് ഫോണിൽ ചെയ്യാം എന്നുള്ളതാണ് നോക്കുന്നത്. ആദ്യം ഒരു എക്സാമ്പിൾ കാണിക്കാം. ഇത് MySQL ഫോണിലുള്ളൊരു സ്ക്രീൻ തന്നെയാണ്. ഞാനിപ്പോൾ ഓൾറെഡി യൂസർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു ഡാറ്റാബേസ്, വേറൊരു ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യാം. സ്കൂൾ എന്ന് പറഞ്ഞിട്ടൊരു ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യാണ്. ഓക്കെ, നമ്മൾ സാധാരണ കമ്പ്യൂട്ടറിൽ ചെയ്യുന്ന പോലെ തന്നെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഫോണിലും ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതിനായിട്ടൊരു ആപ്ലിക്കേഷൻ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതുണ്ട്. പ്ലേ സ്റ്റോറിലും ആപ്പിൾ സ്റ്റോറിലും നമ്മൾ ഏതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അവിടെ ടെർമെക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യണം. അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇൻസ്റ്റാൾ കൊടുക്കാം. ഇൻസ്റ്റാളായി വരട്ടെ. ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഇനി നമ്മളത് ഓപ്പൺ ചെയ്യാണ്. ഓക്കെ, ഒന്ന് ലോഡായി വരണം. ലോഡായി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ലാസ്റ്റ് കമാൻഡായിട്ട് റിപ്പോർട്ട് ഇഷ്യൂസ് അറ്റ് HTTP അങ്ങനെ കാണാം. ഇനി നമ്മൾക്ക് കുറച്ച് കമാൻഡ്സ് ടൈപ്പ് ചെയ്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ അത് കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കണം. സ്പേസ് ഉള്ളിടത്ത് സ്പേസ്, ക്യാപിറ്റൽ ലെറ്റർ, സ്മോൾ ലെറ്റർ ഇതെല്ലാം നോക്കിയിട്ട് വേണം ടൈപ്പ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ എറർ മെസ്സേജ് കാണിക്കും. നമ്മൾ ആദ്യം ടൈപ്പ് ചെയ്യേണ്ട കമാൻഡ് സ്മോൾ ലെറ്റേഴ്സിലാണ്. PKG സ്പേസ് INSTALL ഇൻസ്റ്റാൾ MARIADB MariaDB ദെൻ സെമിക്കോളൻ. അതിനുശേഷം എൻ്റർ അടിക്കുക. അപ്പോൾ കുറച്ച് ഡാറ്റാസൊക്കെ ലോഡാവുന്നത് കാണാം. നമ്മൾ കുറച്ച് സമയം വെയിറ്റ് ചെയ്യണം. ഓക്കെ, എല്ലാം ലോഡായതിന് ശേഷം ഡു യു വാണ്ട് ടു കണ്ടിന്യൂ എന്ന് ചോദിക്കും. അപ്പോൾ നമ്മൾ ക്യാപിറ്റൽ ലെറ്ററിൽ യെസ് ടൈപ്പ് ചെയ്തതിന് ശേഷം എൻ്റർ അടിക്കുക. എപ്പോഴും കുറച്ച് 100% ആവുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടതുണ്ട്. വൈന്ന് കൊടുത്തതിന് ശേഷം നമ്മൾ വെയിറ്റ് ചെയ്യണം. കുറച്ചും കൂടെ ഡാറ്റാസ് ഡൗൺലോഡ് ആവാനുണ്ട്. ലോഡായി വരാനായിട്ട് എന്തായാലും കുറച്ച് സമയമെടുക്കും. എനിക്ക് ഏകദേശം ഒരു 20 മിനിറ്റോളം എടുത്തു. അപ്പോൾ നിങ്ങൾ പേഷ്യൻ്റ്ലി വെയിറ്റ് ചെയ്യണം കഴിയുന്നത് വരെ. അതിനുശേഷം നമുക്ക് ടൈപ്പ് ചെയ്യേണ്ട കമാൻഡ്സ് ആണ് CD സ്മോൾ ലെറ്ററിലാണ് അടിക്കേണ്ടത്. പിന്നെ എൻ്റർ അടിക്കാം. ദെൻ CD സ്പേസ് ഡോട്ട് വീണ്ടും എൻ്റർ. ദെൻ LS. ഓക്കെ, എൻ്റർ. അപ്പോൾ നിങ്ങൾക്ക് മെസ്സേജ് കാണാം. ഹോം സ്പേസ് USR എന്ന് തിരിച്ച് നമുക്ക് മെസ്സേജ് വരും. അതിനുശേഷം നമ്മൾ അടിക്കേണ്ടത് CD സ്പേസ് USR എൻ്റർ. LS എൻ്റർ. ഒരു മെസ്സേജ് വരും. bin ext include lib എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് വരും. അതിനുശേഷം CD സ്പേസ് ETC എൻ്റർ. ദെൻ LS എൻ്റർ. വീണ്ടും ഒരു മെസ്സേജ് വരും. അതിനുശേഷം CD എൻ്റർ. ഓക്കെ, ഇതിനുശേഷം LS സ്പേസ് my.cnf .d സെമിക്കോളൻ. ഓക്കെ, ദെൻ എൻ്റർ. cannot access എന്നാണ് കാണിക്കുന്നത്. നമുക്ക് ഒന്നുകൂടെ ആ കമാൻഡ് ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കാം. LS സ്പേസ് my.cnf .d സെമിക്കോളൻ എൻ്റർ. ഓക്കെ, cannot access എന്ന് കാണിച്ചാലും കുഴപ്പമില്ല. അതിനുശേഷം നമ്മൾ CD
CD അല്ല, സോറി, MKDIR space MY dot CNF dot D, then semicolon, then enter. ഓക്കെ, അതിനുശേഷം CD എൻ്റർ, LS എൻ്റർ, ഒരു തിരിച്ചൊരു ബ്ലൂ കളറിൽ മെസ്സേജ് വരും, my.cnf.d എന്ന് മെസ്സേജ് വരും. അതിനുശേഷം mysql underscore install 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 underscore db, then semicolon, enter. ഓക്കെ, നമുക്കൊരു മെസ്സേജ് കാണിക്കും, ഓൾറെഡി എക്സിസ്റ്റ് റൺ MySQL അപ്ഗ്രേഡ്. അപ്പോൾ ഈ മെസ്സേജ് തന്നെ കാണിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ ഈ കോഡ് ഒന്നും കൂടെ ടൈപ്പ് ചെയ്ത് നോക്കണം, കാരണം ടൈപ്പ് ചെയ്ത കോഡിൽ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ഉണ്ടാവാം. ഓക്കെ, അപ്പോൾ കറക്റ്റായി വന്നതിന് ശേഷം അടുത്ത കോഡ് MySQL underscore safe, then hyphen ആണ്, സ്പേസ് ഉണ്ട്, സേഫ് സ്പേസ് ഹൈഫൺ യു സ്പേസ് റൂട്ട് സെമിക്കോളൻ, എൻ്റർ അടിക്കാം. കമൻറ്റ് കറക്റ്റായിട്ട് റൺ ആയിട്ടില്ല, നോ കമാൻഡ് എന്നാണ് കാണിക്കുന്നത്. നമുക്കൊന്നും കൂടെ ടൈപ്പ് ചെയ്ത് നോക്കാം, MySQLD then underscore then save hyphen u space root semicolon, enter. കമാൻഡ് കറക്റ്റായിട്ട് എൻ്റർ ചെയ്യുമ്പോൾ നമുക്ക് കുറേ മെസ്സേജസ് ഇതുപോലെ കാണിക്കും. അതിൻ്റെ ലാസ്റ്റ് സേഫ് സ്റ്റാർട്ടിങ് MariaDB ഡെയിം ഓൺ വിത്ത് ഡാറ്റാബേസ് ഫ്രം എന്ന് പറഞ്ഞിട്ടുള്ളൊരു മെസ്സേജ് നമ്മൾ കാണിക്കും. അങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യേണ്ട കാര്യമാണ്, നിങ്ങൾ Ctrl-Z എന്ന് പറഞ്ഞ കീ അമർത്തണം. കൺട്രോൾ ഇവിടെ ഓൾറെഡി കാണിക്കുന്നുണ്ട്, കൺട്രോൾ അമർത്തിയിട്ട് Z എന്ന് പറഞ്ഞ കീ അമർത്താം. ഓക്കെ, Z എന്ന് പറഞ്ഞ് കീ അമർത്തി കഴിഞ്ഞാൽ സ്റ്റോപ്ഡ് എന്നുള്ളൊരു മെസ്സേജ് കാണിക്കും. അതിനുശേഷം നിങ്ങൾ MySQL സെമിക്കോളൻ കൊടുക്കണം, എൻ്റർ അടിക്കണം. അപ്പോൾ നമ്മളിവിടെ നമ്മൾ MySQLിലേക്ക് എൻ്റർ ചെയ്തിട്ടുണ്ട്. നമുക്കിനി ജസ്റ്റ് ഒരു കമാൻഡ് കൊടുത്തു നോക്കാം, ഒരു ക്രിയേറ്റ് ഡാറ്റാബേസ് മെസ്സേജ് കൊടുക്കാം, ക്രിയേറ്റ് ഡാറ്റാബേസ് യൂസർ സെമിക്കോളൻ. ഓക്കെ, ക്രിയേറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഓൾറെഡി കമാൻഡ്സ് ടൈപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട്, നോർമൽ നമ്മൾ കമ്പ്യൂട്ടറിൽ ചെയ്യുന്ന പോലെ തന്നെ. ഒരു കമാൻഡും കൂടെ ടൈപ്പ് ചെയ്യാണ്. ഓക്കെ, കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ എക്സിറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കോഡുകളാണ് EXIT സെമിക്കോളൻ, എൻ്റർ. ഒരു തവണയും കൂടെ അടിക്കണം, EXIT സെമിക്കോളൻ, എൻ്റർ. വൺ മോർ ടൈം, EXIT സെമിക്കോളൻ, എൻ്റർ. അതിനുശേഷം ഈ എൻ്റർ കീ ഒന്ന് പ്രസ് ചെയ്യണം. ഇപ്പോഴാണ് നമ്മളതിൽ നിന്ന് സക്സസ്ഫുള്ളി എക്സിറ്റ് ആവുള്ളൂ. ഇനി നമ്മളത് വീണ്ടും ഓപ്പൺ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരു പ്രൊസീജിയറും കൂടി ഉണ്ട്. നമ്മൾ ഓപ്പൺ ചെയ്യാണ്, ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തു. ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മൾ 3 കമാൻഡ്സ് ചെയ്യാനുണ്ട്. അത് കൊടുക്കേണ്ട കമാൻഡാണ് MySQLD underscore save space hyphen u space root സെമിക്കോളൻ, എൻ്റർ.
കുറച്ച് കമാൻഡ്സ് കാണിക്കും. നേരത്തെ പോലെ തന്നെ സേവ് സ്റ്റാർട്ടിംഗ് എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് കാണിക്കും. അതിനുശേഷം കൺട്രോൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം സെഡ് അമർത്താം. അപ്പോൾ സ്റ്റോപ്ഡ് എന്നൊരു മെസ്സേജ് കാണിക്കും. ലാസ്റ്റ് കമാൻഡ് MySQL ടൈപ്പ് ചെയ്ത് സെമികോളൻ ഇട്ടിട്ട് എൻ്റർ അടിക്കാം. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ ഡാറ്റാബേസിലേക്ക് കയറാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കാം. യൂസർ ഡാറ്റാബേസ് ഓൾറെഡി ക്രിയേറ്റഡ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഡാറ്റാബേസിലേക്ക് ഓൾറെഡി നമുക്ക് കടക്കാൻ പറ്റുന്നുണ്ട്. എങ്ങനെയാണ് നമ്മളിത് ചെയ്യുന്നത്? അപ്പോൾ കുറച്ച് ടൈം എടുത്തിട്ടേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ കുറച്ച് പേഷ്യൻ്റ് ആയിട്ട് ഇരുന്നിട്ട് ചെയ്യാൻ ശ്രമിക്കണം. ഓക്കെ, താങ്ക് യു.